താൻ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടല്ലെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി മാത്രമേ പ്രവർത്തിക്കൂ. പാർട്ടി എടുത്ത അനുകൂലമായതോ പ്രതികൂലമായതോ ആയ തീരുമാനങ്ങളെ ധിക്കരിക്കാനോ ലംഘനം നടത്താനോ ശ്രമിച്ച ഒരു കോൺഗ്രസ്കാരനല്ല താനെന്ന് രാഹുൽ പറയുന്നുണ്ട്. സസ്പെൻഷനിലാണെങ്കിൽ പോലും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് താൻ. സസ്പെൻഷൻ കാലയളവിൽ എങ്ങനെ പെരുമാറണമെന്ന് ബോധ്യം തനിക്കുണ്ടെന്നും ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ പറയുന്നുണ്ട്. വ്യക്തിപരമായി ആരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. ആരും കൂടിക്കാഴ്ച നിഷേധിച്ചിട്ടുമില്ല. മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതിനോട് വിയോജിപ്പില്ല. പക്ഷേ അതിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഞ്ഞടിച്ച രാഹുൽ ഇന്ന് തന്റെ നേരെ വന്ന വ്യാജ വാർത്തകളെ അക്കമിട്ട് നിരത്തി അല്ലെങ്കിലും ആരോപണം വന്നതിന് പിന്നാലെ രാഹുലിനെ കൂട്ടമായി ആക്രമിക്കുന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ ഇപ്പോഴും തുടർന്നു പോരുന്നതും. സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആളാണ് താൻ. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഉറപ്പിക്കാം, എനിക്ക് ഈ അന്വേഷണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ആനുകൂല്യവും കിട്ടുന്ന അന്വേഷണമല്ല ഇത്. തനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊന്നു തിന്നാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നതെന്നും രാഹുൽ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. താൻ എവിടെയും പോയി ഒളിച്ചിട്ടില്ല. ആരോപണമുണ്ടായതിന് പിറ്റേ ദിവസം തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം രാഹുൽ മടങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ടാണ് എത്തിയതെന്ന വാദം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. എന്തായാലും ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ അതിഗംഭീരമായ തിരിച്ചുവരവ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാധ്യമ പടയോട് തെല്ലും കൂസാതെയുള്ള സംസാരവും ഇന്ന് രാഹുലിന്റെ പെരുമാറ്റത്തിൽ ദർശിക്കാനായിരുന്നു.